ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 വെറൈറ്റികൾ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ രണ്ടും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് പിങ്കും വൈറ്റും വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ്ലി ആയിട്ടുള്ള ആളിലൊരാൾ കേട്ടോ. ഇത് വന്നിട്ട് നിർവാണിയുടെ വൈറ്റ് സ്പ്ലാഷ് ആണ് കേട്ടോ. വൈറ്റ് സ്പ്ലാഷും റെഡ് സ്പ്ലാഷും ആണ് നിലവിൽ നമുക്കിപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റ്സിന് തന്നെ ഒരു 300 റേറ്റൊക്കെ വരും. റെഡ് സ്പ്ലാഷിന് കേട്ടോ. വൈറ്റിൻ്റെ എനിക്കറിയില്ല, വൈറ്റ് ഞാൻ കോംബോയിൽ നിന്നാണ് വാങ്ങിയത്. കറക്റ്റ് കളർ അറിയണമെങ്കിൽ ഇത് നല്ല വെയിലത്തിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് കളർ നമുക്ക് തെളിഞ്ഞ് വരുള്ളൂ കേട്ടോ. അത് ഏത് വിങ്കയായാലും അങ്ങനെയാണ്. പാറ്റേൺ കറക്റ്റ് അറിയണമെങ്കിൽ നല്ല വെയിലത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മിലൊരു ഡാമേജ് ഉണ്ട് കേട്ടോ നിർവാണയുടെ. ഈ ഒരു വൈറ്റിനും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതാണ് ഇങ്ങനെ തളർന്ന് കിടക്കുന്നത്. നമ്മുടെ ആ നിർവാണ വൈറ്റ് വാങ്ങിയ ടൈമിൽ അതിൻ്റെ സ്റ്റെമ്മിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ എങ്ങനെയോ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇത്ര രീതിയിലാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ആളാണ് നമ്മുടെ നിർവാണയുടെ റെഡ് സ്പ്ലാഷ് കേട്ടോ. ഇതിനകത്തൊരു ബ്ലാക്ക് കളറും കൂടി വരും വെയിലത്ത് ഇരിക്കുമ്പോഴേ. ഇത് നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ സട്ടിലായിട്ടുള്ള രീതിയിലാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പാറ്റേൺ കറക്റ്റ് തെളിഞ്ഞു വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇനിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി വരും. അതാണ് നിർവാണിയുടെ റെഡ് സ്പ്ലാഷ് വരുന്നത്. രണ്ടും നല്ല വെറൈറ്റിയാണ് കേട്ടോ. ഇതല്ലാതെ ഇനി ബ്ലാക്ക് തെളിഞ്ഞു വരുന്നതും ഉണ്ട്, ഒരു പിങ്ക് തെളിഞ്ഞു വരുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ റെഡും അതുപോലെ തന്നെ വൈറ്റ് സ്പ്ലാഷുമാണ് ഉള്ളത്. റെഡ് അപ്രൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ വൈറ്റ് സ്പ്ലാഷ് വരുന്നത് ഹാങ്ങിങ് വെറൈറ്റിയാണ്. കുറച്ചിങ്ങനെ പോട്ടിന് പുറത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞാണ് ആ വെറൈറ്റി പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇനി ഹാങ്ങിങ് വെറൈറ്റി ആണോ എന്ന് അറിയില്ല കേട്ടോ. അപ്രൈറ്റ് ആണോ ഹാങ്ങിങ് ആണോ എന്ന് അറിയില്ല. എന്തായാലും കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ വേറെ കുറച്ച് വിങ്ക പ്ലാന്റ്സ് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ്. ടാറ്റു വെറൈറ്റീസും കാര്യങ്ങളും ഒക്കെ എല്ലാം കൂടെ ഇങ്ങനെ കമ്പൈൻ ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്നൊന്ന് തറയിൽ വീണുപോയി. അതിൻ്റെ വേരുകളൊക്കെയാണ് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ അതിലേക്ക് തന്നെ വെച്ചിട്ട് പിന്നെയും മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പോട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. 1-2 പോട്ട്സിൽ അങ്ങനെയുണ്ട്. അത് നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. പരീക്ഷണാർത്ഥം സക്സസ് ആയി വന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ആയപ്പോൾ അതിന് സ്റ്റെമ്മിന് ഇൻഫെക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ലാവണ്ടർ വൈറ്റ് വെറൈറ്റിയാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ. ഇത് ഞാനൊരു കുറച്ചധികം മദർ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പോയാലും ആ ഒരു പ്ലാന്റ് നശിക്കില്ലെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഒരു മില്യൻ ബെൽസ് ആയിരുന്നു വൈറ്റിൻ്റെ. അതാ അങ്ങനെ ഇവിടെ പട്ട് നിൽക്കുന്നത്. ഇതൊരു ലാവണ്ടറും വൈറ്റും ഒരു യെല്ലോയൊക്കെ വരുന്നൊരു ടോണുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏരിയയിൽ കൊണ്ടുവച്ചപ്പോഴാണ് ആ ഒരു പ്ലാന്റ് അത്രയും ബുഷിയായിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ലാവണ്ടർ വൈറ്റ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ലാവണ്ടർ ആണോ ഡാർക്ക് ലാവണ്ടർ ആണോ അറിയില്ല കേട്ടോ. ഒരു ലാവണ്ടർ കളർ, കംപ്ലീറ്റ് ലാവണ്ടർ കളറും കൂടി നമ്മളിലുണ്ട്. ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലാവണ്ടർ വൈറ്റ് ഞാൻ കുറച്ചധികം പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പെറ്റ്യൂണിയാണ് കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാമേ.